മായി നൽകിയിരിക്കുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനമായി തന്നു. എങ്ങനെ തന്നു? ദൈവരാജ്യം ദൈവനീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരുണ്ട്. എന്ത് തിന്നി, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് വിചാരപ്പെടരുത്. ജാതികൾ ഇതൊക്കെയും അന്വേഷിക്കുന്നു. സ്വർഗസ്വനായ പിതാവോ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ആദ്യം രാജ്യനീതിയും അന്വേഷിപ്പില്ല, അതോടെ നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യും? കിട്ടും. ആകാശത്തിലെ പറവുകളെ നോക്കി വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുറയിൽ കൂട്ടിവെക്കുന്നില്ല. സർവശക്തനായ ദൈവം അവയെ പുലർത്തുന്നു. ആ പറവജാതികളെക്കാൾ നിങ്ങളെത്ര വിശേഷതയുള്ളവർ. നമുക്കെന്ത് വിശേഷതയുള്ളത്? നമ്മുടെ വിശേഷത എന്താണ്? വിശ്വസ്തയോടെ ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ വിശേഷതയുള്ളവരെ. അല്ലാതെ കുറെ കാശ് കൂട്ടി വെക്കുന്നുണ്ടോ, കുറെ കസേര സ്ഥാനമാനങ്ങൾ കിട്ടുന്നുണ്ടോ ഒന്നും അല്ല. മറിയെക്കുറിച്ച് കർത്താവ് പ്രശംസിച്ച് പറഞ്ഞത് എന്താ? മാർത്തേ നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താണ് നല്ല അംശം? ദൈവവചനം കേട്ട് അനുസരിക്കാൻ അവളെ തന്നെ സമർപ്പിച്ചത്. ഇതിപ്പോൾ ആർക്കും വേണ്ടത്. ഈ സംഭവം ആർക്കും വേണ്ട. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം. ഒക്കോ നാശത്തിലേക്കാണ് പോകുന്നത്. ഇടുക്കുവാതിലൂടെ കടക്കാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇടുക്കുവാതിലെല്ലാം കൂടി എന്ത് ചെയ്യുക? വലിച്ചു നീട്ടി വിശാലമായ വഴിയാക്കിയിട്ടിരിക്കുക. ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ചെയ്തിരിക്കുന്ന ഘോരമായ ഒരു പ്രവൃത്തിയാണ് ഈ ഇടുക്കുവാതിലിനെ വലിച്ചു നീട്ടി വിശാലമായ വഴിയാക്കി. ഏത് നിലയിലും ജീവിക്കാം, എങ്ങനെയും പോകാം, ഒരു കുഴപ്പമില്ലെന്ന് അവർ പറയണം. കുഴപ്പമുണ്ട്, നിത്യനാശത്തിലേക്കാണ് പോകുന്നതെന്ന് അവർ മനസ്സിലാക്കിയെങ്കിൽ നന്നായിരുന്നു. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. സ്തോത്രം. അപ്പോൾ നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനമായി ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുണ്ട്. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ പുതിയ നിയമസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭക്തയ്ക്ക് ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുക. എന്താണ് ഈ വാഗ്ദത്തം? വിലയേറിയ വാഗ്ദത്തം. എന്താണ് ഈ വാഗ്ദത്തം? പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നതുപോലെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അതൊരു വാഗ്ദത്തമല്ലേ? കുഞ്ഞുങ്ങളെ, ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. കഷ്ടങ്ങളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും പ്രയാസങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും വെല്ലുവിളിയിലൂടെയും പോയി നിത്യത പ്രാപിച്ചെടുക്കണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് കഷ്ടത അനിവാര്യമാണ്. കഷ്ടത വേണ്ടെന്ന് പറഞ്ഞവർ സമൃദ്ധി കിട്ടി സമൃദ്ധിയിൽ നശിച്ചു കിടക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ അവനെ പണിയപ്പെടുന്ന ഘടകമാണെന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലും വ്യക്തമായി നമുക്ക് പഠിക്കാൻ കഴിയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3 വാക്യങ്ങൾ തൊട്ട് അങ്ങോട്ട് വായിക്കാം, താഴോട്ട് വായിക്കാം. ആ 3-ന്റെ 2 മുതൽ വായിക്കാം. ഏതാ ഞാൻ പറഞ്ഞ ഏതാ? 2 കൊരിന്ത്യർ 1-ാം അധ്യായം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 3. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ. അടുത്ത് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും, അതാണ് കഷ്ടതയുടെ ഒരു നിദാനം, ഒരു പഠിപ്പിക്കലതാ. നമ്മൾ കഷ്ടതയിലൂടെ പോകുന്ന എന്തിനാ? മറ്റ് കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാനാ. അടുത്ത വാക്യം.
ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. നിങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ മതി. അപ്പോൾ ഇവിടെ കഷ്ടതയെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ മറ്റു കഷ്ടത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മൾ പ്രാപ്തന്മാരാകണം. അതിനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അതിന് നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകണം, അല്ലാതെ പറ്റത്തില്ല. ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഫുട്ബോളർ, അദ്ദേഹം എങ്ങനെയാണ് ഫുട്ബോൾ കളിച്ച് പ്രാവീണ്യം നേടി അദ്ദേഹം ഏറ്റവും ടോപ്പിലെത്തി? കഠിനമായ പരിശ്രമത്തിലൂടെ. ഈ മെസ്സിയും ഈ റൊണാൾഡോയൊക്കെ 6, 7, 8 മണിക്കൂറൊക്കെ കളിക്കളത്തിൽ കിടന്ന് കളിക്കുമെന്നാണ് പറയുന്നത്. കളിയില്ലാത്ത സമയത്ത് അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഗോളടിച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യും. കോർണർ കിക്ക് അടിച്ച് പ്രാക്ടീസ് ചെയ്യും. സിസർ കട്ടിങ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. ചുമ്മാ ഇങ്ങോട്ട് വന്ന് ഒരൊറ്റ സിസർ കട്ടിങ് ചെയ്യാല്ലേ ഇത്. 1000 പ്രാവശ്യം സിസർ കട്ടിങ് ചെയ്തിട്ടാണ് ഒരു ഗോള് സിസർ കട്ടിങ്ങിലൂടെ എതിരാളികളെ തോൽപ്പിക്കാനായിട്ട് അടിക്കുന്നത്. അതിന് പരിശീലനമുണ്ട്. എന്നതുപോലെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഭക്തന്മാർക്ക് മാത്രമേ മറ്റ് കഷ്ടത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് അപ്പോസ്തലനിലൂടെ പഠിപ്പിക്കുന്നത്. ഇതൊന്നും ആർക്കും അങ്ങോട്ട് തലയിലോട്ട് കയറത്തുമില്ല, ആർക്കൊട്ടും വേണ്ടതാണ്. വല്ല അനുഗ്രഹമോ നന്മയോ വിടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ പറ പാസ്റ്ററെ എന്നാണ് പറയുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഒത്തണെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി, കഷ്ടത അനുസരണം പഠിച്ച് തികയാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാകുമ്പോൾ നമ്മൾ അതിനെ മറിച്ച് കളയാനോ ആ കഷ്ടതയെ സമൃദ്ധിയാക്കാനായിട്ടും ആര് ശ്രമിക്കരുത്. ഇന്ന് പാസ്റ്റർമാരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊടിയ നാശത്തിലേക്കാണ് പോകുന്നത്. കഷ്ടതയിലൂടെയാണ്, പരിശോധനയിലൂടെയാണ്. പൊന്നെടുത്ത് നോക്കാം. പൊന്ന് ഒരു തട്ടാൻ്റെ ഹൃദയത്തിലുള്ള ഡിസൈൻ, ആ പൊന്നിനെ അടിച്ച് രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ വലിയ ഹൈ പവർ ചൂടിലേക്ക് അതിനെ കടത്തിവിടണം. യെരുശലേമിലെ ഇസ്രായേൽ മക്കളെ അങ്ങനെ കടത്തി വിടുമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. നിങ്ങളെ പൊന്നൊരുക്കുന്ന പോലെ ഞാൻ ഒരുക്കിയെടുക്കും, യെരുശലേമിൽ കൊണ്ടിട്ട് ഒരുക്കും. അതാണ് മഹോദരകാലം. സ്തോത്രം. അവരെ ശുദ്ധീകരിച്ചെടുക്കും. മനസ്സിലായോ? പുതിയ നിയമസഭയെ കർത്താവ് ശുദ്ധീകരിക്കുന്നത് കഷ്ടതകളിലൂടെയാ, ബുദ്ധിമുട്ടിലൂടെയാ, ഞെരുക്കങ്ങളിലൂടെയാ. അപ്പം അത് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്തോത്രം റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണെന്ന് തോന്നുന്നു. 5:5 വായിച്ചു. റോമർ 5:5. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ പ്രശംസിക്കത്തക്ക നിലയിലുള്ള ഒരാത്മീക ജീവിതം നമുക്കുണ്ടെങ്കിലേ നമ്മൾ ആത്മീകരാകത്തുള്ളൂ. അല്ലെങ്കിൽ ജഡീകന്മാരായി പോകും. ഇന്നത്തെ വിശ്വാസികളിൽ 90%, 95% ജഡീകന്മാരായി കിടക്കുക. സ്തോത്രം. എന്താ കാര്യം? കഷ്ടത വരുമ്പോൾ ക്ഷീണിച്ചു പോകുന്നു, തകർന്നു പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടതയെക്കുറിച്ച് പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബൊക്കെ നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഏത് കഷ്ടതയുടെ നടുവിലും ധൈര്യത്തോടെ മുൻപേറാനുള്ള ഒരു ആത്മീക നിലവാരത്തിലേക്ക് വരുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും ദാനമായി നൽകിയിരിക്കുന്നു. അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കാമെന്നൊരു വാഗ്ദത്തം നമുക്കുണ്ട്. ശിഷ്യന്മാർക്ക് അത് കൊടുത്തു. ഇസ്രായേൽ ഗോത്രം 12 ഞാൻ ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം വരുന്ന ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നമ്മൾ പറയുന്നത് കർത്താവ്. നമ്മളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങൾക്ക് ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടത്തെ ജയിക്കാനായിട്ട് നമുക്ക് കഴിയണം. കഷ്ടതകളിലൂടെ കടന്നുപോയി വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കാനുള്ള ഒരാർജവം നമ്മൾ പ്രാപിച്ചെടുക്കണം. ഇന്ന് അങ്ങനെയുള്ള ഉപദേശങ്ങളോ
അങ്ങനെയുള്ള യാതൊന്നും ഇന്നത്തെ ആത്മീയ ഗോളത്തിലില്ല. സമൃദ്ധി 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 പറഞ്ഞ് 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 ജനം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പത്രോസിൻ്റെ വാക്കുകൾക്ക്, പൗലൂസിൻ്റെ വാക്കുകൾക്ക്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യമായ അപ്പോസ്തലന്മാരുടെ വാക്കുകൾക്ക്, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കുമ്പോഴാണ് ഈ വിലയേറിയ ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. വിലയേറിയ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഈ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ ഒരു തടസ്സത്തെക്കുറിച്ച് 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാനുള്ള വരുന്നത്. ഇവിടെ വരുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം എന്താണെന്ന് മനസ്സിലാക്കണം. 5-ാം വാക്യം വളരെ പ്രധാനമാണ്. 4-ാം വാക്യം, ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. എന്തിനാ ഈ നാശം വിട്ടൊഴിയുന്നത്? ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയുന്നവർക്ക് ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്ത നിവൃത്തി നീണ്ട 25 വർഷം അവൻ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച് ആ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചു. അതാണ് ഇസഹാക്ക് അവന് ലഭിക്കാനിടയായി തീർന്നത്. ആ 25 വർഷം ക്ഷമയോടെ അവൻ കാത്തിരുന്നു. ദൈവ സാന്നിധ്യത്തിൽ അവൻ ജീവിച്ചു. നീരോട്ടമൊക്കെ വെട്ടിപ്പിടിച്ച് ലോത്ത് മുമ്പോട്ട് പോയപ്പോൾ ദൂതന്മാരെ സൽക്കരിച്ചും ദൈവ സാന്നിധ്യത്തിലും അബ്രഹാമും സാറയും ജീവിച്ചു എന്നാണ് പുസ്തകം നമുക്ക് തരുന്ന പഠനം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തു പറ്റി? നീണ്ട 25 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവന് കൊടുത്ത വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു. അവനത് കണ്ടു, അവനത് സന്തോഷിച്ചു. അത് കണ്ടാണ് കണ്ണടയാനിടയായി തീർന്നത്. അപ്പോൾ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി നമ്മളും ദീർഘക്ഷമയോട് കാത്തിരിക്കണം. നമുക്കുള്ള വാഗ്ദത്ത നിവൃത്തി എന്താ? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തു മരിച്ചവരും പോയിരുത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരാ നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് നമുക്കുള്ള വാഗ്ദത്തം. അല്ല എന്ത് വാഗ്ദത്തം? ഇവിടെ ഓരോരുത്തർ കള്ളപ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം കേട്ട് പോയിക്കൊണ്ടിരിക്കുക. വാലല്ല തലയാക്കുമെന്ന്. ആ പദം തന്നെ ഇസ്രായേലിനോട് പറഞ്ഞ കാര്യമാണ്. വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനോട് പറഞ്ഞതാ. യഹോവ നിന്റെ ഇടയിലാവുന്നു, നിനക്ക് മുട്ടുണ്ടാകില്ല. സങ്കീർത്തനമെടുത്ത് വായിച്ച് സന്തോഷിക്കുന്ന പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, പുതിയ നിയമ വിശ്വാസിക്ക് മുട്ടുണ്ടാകും, കഷ്ടതയുണ്ടാകും, ഞെരുക്കങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങൾ വായിക്കുമ്പോൾ തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, സ്ഥിരവാസമില്ല, കുത്തുകൊണ്ട് നടക്കുക, ലോകത്തിൻ്റെ ചവറ് പോലെ ഞങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അത് മുട്ടല്ലേ? എന്താ ഭക്തന്മാരെ ഇത് മനസ്സിലാക്കാത്തത്? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പണ്ട് വായിച്ച് പ്രസംഗിച്ചാൽ ഞാനും പ്രസംഗിച്ചിട്ടുള്ളത്. യഹോവ എൻ്റെ ഇടയിലാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ദാവീദാ പറഞ്ഞത്. ഇവിടെ മുട്ടുകൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പരുവത്തിൽ കിടക്കുക. കാരണം എന്താ? പുതിയ നിയമ വ്യവസ്ഥ കഷ്ടതകളിലൂടെ പോയി കിരീടം പ്രാപിക്കണമെന്നാ. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഉണ്ടായിരുന്നു, പരിമിതമായ നിലയിലേ ഉള്ളൂ. ആ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടവരൊക്കെ കഷ്ടതയിലൂടെ പോയിട്ടുണ്ട്. ഏലിയാവും മോശയും അതുപോലെ ശ്രേഷ്ഠന്മാരായ ദൈവവൃത്യന്മാരൊക്കെ കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ പോയി തന്നെയാണ് അവരുടെ ജീവിതം അവരെ അവസാനിപ്പിച്ചത്. ഇപ്പം നമുക്കിവിടെ വന്ന് മുട്ടുണ്ടാകാൻ പാടില്ല, കഷ്ടത ഉണ്ടാകാൻ പാടില്ല, ഞെരുക്കങ്ങളുണ്ടാകാൻ പാടില്ല, പ്രയാസങ്ങളുണ്ടാകാൻ പാടില്ല, രോഗമൊന്നും വരാൻ പാടില്ല. നമ്മൾ കുറേ വ്യവസ്ഥകൾ വെച്ചിരിക്കുക. അല്ല പ്രിയമുള്ളവരെ, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അതാണ് പുതിയ നിയമവ്യവസ്ഥ. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ദൈവരാജ്യം എന്നൊരു കൺസെപ്റ്റ് പഴയ നിയമത്തിലില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗരാജ്യത്തേക്കുള്ള താക്കോൽ ആദ്യം ലഭിച്ചത് പത്രോസിനാണ്. പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള യോഗ്യത പ്രാപിച്ചു. എങ്ങനെ പ്രാപിച്ചു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകുന്നതിലൂടെ.
ഇന്നും നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ അതേ ഉള്ളൂ, വേറൊരു വഴിയില്ല. കുറുക്ക് വഴികളൊന്നുമില്ല, ഷോർട്ട് കട്ടുകളൊന്നുമില്ല. വെറുതെ കിടന്ന് മെനക്കെട്ട് നാശത്തിലേക്ക് ആരും പോകരുത്. ക്രിസ്തുവിൻ്റെ പ്രമാണം വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യം പ്രാപിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. അടുത്ത ഒരു സബ്ജക്റ്റിലേക്ക് ഞാൻ വരികയാണ്. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. അപ്പം നമ്മെ മോഹിപ്പിക്കുന്ന പലതും ഈ ലോകത്തിലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സർക്കസ് കൂടാരത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ഒരു റിങ്ങിട്ട് സിഗരറ്റ് എടുക്കാം, പെർഫ്യൂം എടുക്കാം, അതുപോലെ പല പല കാര്യങ്ങൾ റിങ്ങിട്ട് എടുക്കുന്നവരുണ്ട്. പല പല ചപ്പടി വിദ്യകൾ സർക്കസ് കൂടാരങ്ങളിലുണ്ട്. അതുപോലെ പിശാചി ഈ ലോകത്ത് പല ചപ്പടി വിദ്യകൾ കാണിച്ച് നമ്മളെയൊക്കെ തകർക്കാനായിട്ട് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ, നാം തന്ത്രങ്ങളെ തിരിച്ചറിയണം, പിശാചിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകണം. അതിന് നമ്മൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് അവനോട് എതിർത്ത് നിൽക്കണം. കഴിഞ്ഞ പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ ആ വിഷയം വന്നത്. പിശാചിനോട് എതിർത്ത് നിൽക്കണമെന്ന്, എതിർത്ത് നിൽപ്പിനെന്ന് പത്രോസ്, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ യാക്കോബ്, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ പൗലൂസ്, 3 അപ്പോസ്തലന്മാരും ശക്തമായ വചനം നമുക്ക് തരുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കാതെ പോവുക. പിശാചൊക്കെ നമ്മുടെ ശാസനയിലങ്ങ് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ചുമ്മാതാ. പണ്ടൊരു പാസ്റ്റർ പ്രാർത്ഥിച്ച് ഒരു പിശാചിനെ ഇറക്കിയ കഥ. ആരും ഇറക്കാത്ത പിശാചിനെ പുള്ളി ഇറക്കി കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എന്താ ഭക്ഷിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു. കോഴിത്തലയും കോഴി രക്തവും പോകണമെന്ന് പറഞ്ഞു. കാരണം പിശാച് അങ്ങോട്ട് കയറി. അതാണ് ഇന്നത്തെ പൂതുവർക്കുകാരുടെ കാര്യങ്ങൾ. പല സ്ഥലത്തും പല നിലയിലും ഞാനത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വക ചപ്പടി വിദ്യ കൊണ്ടൊന്നും പിശാചിൻ്റെ അടുക്കൽ ആരും ചെല്ലരുത്. അതൊന്നും നടക്കത്തില്ല. അതിന് ദൈവസ്ഥലിൽ താണിരിക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അതിൻ്റെ ദിവ്യസ്വഭാവത്തിന് കൂട്ടാളികളായി, കർത്താവിൽ നിന്ന് കൃപ പ്രാപിച്ച്, ശക്തി പ്രാപിച്ച്, ആത്മശക്തി പ്രാപിച്ച്, കൃപാവരങ്ങളെ പ്രാപിച്ച്, കർത്താവ് തരുന്ന ആത്മീയ നിലവാരത്തിൽ നിന്നുകൊണ്ടേ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ മഹത്തരമായ ശുശ്രൂഷകളാണതൊക്കെ. സ്തോത്രം. അപ്പോൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. നമ്മെ മോഹിപ്പിക്കുന്ന പലതും ഈ ലോകത്തിലുണ്ട്. സർക്കസ് കൂടാരത്തിൽ വച്ചേക്കുന്ന പോലെ പലതുമുണ്ട് ഈ ലോകത്ത്. ഒരു ഭക്തയെ ലോകത്തിൻ്റെ മോഹത്തിലേക്ക് വലിച്ചടിക്കുന്ന സകല പരിപാടികളും നമ്മുടെ ഈ ലോകത്തിലുണ്ട്. പല ചർച്ചുകളിൽ തന്നെ ഉണ്ടത്. വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ ഈ വെൽക്കം ഡ്രിങ്ക് വിവാഹത്തിൻ്റെ വേദികളിൽ വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ, ഇവിടെയൊക്കെ ഉണ്ടല്ലോ. ചെന്ന് കഴിയുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് കാപ്പി വേണമെങ്കിൽ കാപ്പി. ഞങ്ങൾ ഈ ഇടയ്ക്കൊരു കല്യാണത്തിന് പോയി, എന്തൊക്കെയാണ് അവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വെച്ചേക്കുന്നത്. ഒരു 10-25 കൂട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏത് വേണമെങ്കിലും കുടിക്കാം, എത്ര വേണമെങ്കിലും കുടിക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെ വിദേശ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ ബ്രാൻഡി, 3X റം, പിന്നെ ബിയർ, പിന്നെ അതുകൊണ്ട് ലെമൺ ജ്യൂസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ളടുത്ത് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, ഗൾഫ് എയർവേസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ സാമ്പിൾ ബോട്ടിൽ വേണമെന്ന് ചോദിച്ചു കൊണ്ട് തരും എയർ ഹോസ്റ്റസ്മാർ. ചെറിയ ബോട്ടിൽ ഭക്തന്മാർ വരെ അത് വാങ്ങി അടിച്ചിട്ട് തലയിൽ തുണിയിട്ടിരുന്ന് ഉറങ്ങുന്നതൊക്കെ എനിക്കറിയാം അതിനെക്കുറിച്ചൊക്കെ. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ലോകത്ത് നമ്മെ മോഹിപ്പിച്ച് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിച്ച് നിത്യമായ നാശത്തിലേക്ക് തള്ളിക്കളയാൻ ഈ ലോകത്തിൽ സാത്താൻ ഒത്തിരി പരിപാടികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലാരും നമ്മൾ വശംവദരായി പോകരുത്. ഇന്നത്തെ മൊബൈലും ഇന്നത്തെ ലാപ്ടോപ്പും ഇന്നത്തെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും അതിൽ പ്രധാന പങ്കാണ്. നമ്മളത് പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അതിലൂടെ നശിച്ചു പോകും. സ്വത്രം. ഇൻ്റർനെറ്റ് ലോകത്തിൽ ആവശ്യമാണ്. ലാപ്ടോപ്പ്, ഫോണൊക്കെ നമുക്ക് ആവശ്യമാണ്. അത് അതിൻ്റേതായ നിലയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് അപകടകാരികളായിത്തീരും. നമ്മുടെ ആത്മരക്ഷയെ വരെ അത് ബാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കുവാൻ ഞാനൊരു ബുദ്ധി ഉപദേശം ഇന്ന് പൽക്കാലം തരിക. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. അങ്ങനെ വിട്ടൊഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്തോത്രം
നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരേണ്ടവരുന്നു. അപ്പോൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയുമ്പോഴേ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വരാൻ കഴിയത്തുള്ളൂ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരാൻ കഴിയത്തുള്ളൂ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം. ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവം, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പിയ ലേഖനം അല്ലോ. ക്രിസ്തുവിലുള്ള ഭാവം ഉണ്ടായിരിക്കണം, ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരിക്കണം, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉള്ളവർക്കാണ് എങ്ങോട്ട് പോകാൻ പറ്റുന്നത്? ദൈവരാജ്യത്തിൽ പോകാൻ പറ്റുന്നത്. ഇനി ഷോർട്ട് കട്ടൊന്നുമില്ല. ഈ ഉപദേശത്തെയൊക്കെ സാത്താൻ എന്ത് ചെയ്യുക? മറിച്ചിട്ടിരിക്കുക, തിരിച്ചു കളഞ്ഞിരിക്കുക. ഇവിടെയാണ് സങ്കീർത്തന പഠനങ്ങളെ ഞാൻ വിമർശിക്കുന്നത് രൂക്ഷമായിട്ട്. സങ്കീർത്തനത്തിലൂടെ നമുക്കൊരിക്കലും ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിച്ചെടുക്കാൻ പറ്റത്തില്ല. 109-ാം സങ്കീർത്തനം വായിച്ചാൽ അത് നടക്കുമോ? ഇടയ്ക്കിടയ്ക്ക് അത് പറയണമെന്ന് എൻ്റെ ഉള്ളിലെ ഒരു പ്രേരണയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാം. 109-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു അറിവുണ്ടാകാൻ വേണ്ടി അങ്ങനെ പറയുക. 109-ാം സങ്കീർത്തനം. ഒത്തിരി ശാപസങ്കീർത്തനങ്ങളുണ്ട്, പുറത്ത് വായിക്കാൻ പറ്റാത്ത സങ്കീർത്തനങ്ങളുണ്ട്. എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈര്യം കാണിക്കുന്നു, ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദോഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവൻ്റെ മേലുള്ള ദുഷ്ടനെ നിയമിക്കണമേ. ആരാ? ദാവീദ് പറയുക. എതിരാളി അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കട്ടെ, അവരെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരന് തെളിയട്ടെ. അവൻ്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ, അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ, അവൻ്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവൻ്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ, തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ട് ഇരന്ന് നടക്കട്ടെ. കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ, അന്യജാതിക്കാർ അവൻ്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ. അവന് ദയ കാണിപ്പാൻ ആരും ഉണ്ടാകരുത്, അവൻ്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുത്. അവൻ്റെ സന്തതി മുടിഞ്ഞു പോട്ടെ. ഞാൻ അവിടെ വെച്ചങ്ങ് നിർത്തിയ. ഇതാണ് ദാവീദിൻ്റെ പ്രാർത്ഥന. ഇതും ഈ അധ്യായവും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. 5-ാം അധ്യായത്തിലെ കർത്താവിൻ്റെ ഉപദേശം കൂടി നമ്മളൊന്ന് ഒരു കമ്പയർ ചെയ്ത് പഠിക്കുക. ഇത് പല പ്രാവശ്യം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എത്ര കേട്ടാലും പലർക്കും ഒന്നും വേണ്ട രീതിയിൽ മനസ്സിലാകാൻ പറ്റത്തില്ല. സ്തോത്രം, സ്തോത്രം. അതിൻ്റെ കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരുടെ അള്ളിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പാകെ നിൽക്കാണ്ട് വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. ഇപ്പോൾ ദാവീദ് ഈ പുതിയ നിയമവ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ ദാവീദിനെ എന്തു ചെയ്യും? നിത്യമായ നരകാഗ്നിയിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് ദാവീദായിത്തീരും. കാരണം പുതിയ നിയമവ്യവസ്ഥ അതാ. സ്തോത്രം. പുതിയ നിയമവ്യവസ്ഥ അതാണ് സഹോദരങ്ങളെ. ഓരോ ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധയോടെ പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. വ്യഭിചാരം ചെയ്യരുത് നല്ല ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പോൾ അവിടെ ആക്ഷരിക വ്യഭിചാരം, ഇവിടെ വ്യഭിചാരത്തിൻ്റെ ചിന്തകളോ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വ്യഭിചാരം ചെയ്തു പോയെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും നിന്റെ ഭാര്യ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ നല്ല ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവരെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നവളെ എറണാകുളം പട്ടണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപേക്ഷിച്ചവർ കല്യാണം കഴിച്ച സഭകൾ എത്ര ഉണ്ടെന്നറിയാമോ? എത്രയോ ഉണ്ട്. എന്നോടൊരു സഹോദരി പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു അങ്ങനെയൊന്നും കാണത്തില്ലെന്ന്. അവർ നല്ല പ്രൂഫ് സഹിതമാണ് എന്നോട് പറയാനിടയായി തീർന്നത്. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളോട്
എതിർക്കരുത്. കൂട്ടുകാരനെ സ്നേഹിക്കാനും ശത്രുവിനെ പകയ്ക്കാനും നല്ല രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദാവീദ് പ്രാർത്ഥിച്ചത് അങ്ങനെയാണോ? 109 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചത് അങ്ങനെയാണോ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വാക്യങ്ങൾ കേട്ടില്ലേ? നേരെ തിരിച്ചല്ലേ പ്രാർത്ഥിച്ചത്? ഇന്ന് പെന്തക്കോസ്തുകാർ കോടതി കേസ് വഴക്ക് പിണങ്ങിയൊക്കെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഈ ആത്മാവാണ് അവരുടെ ഉള്ളിൽ കയറിയിരിക്കുന്നത്, ന്യായപ്രമാണത്തിൻ്റെ ആത്മാവ്. ആ ഉപദേശം പഠിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ആത്മാവ് അങ്ങോട്ട് കയറും. കോടതി പോയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. 1 യോഹന്നാൻ 4:6. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടില്ലെങ്കിൽ ആത്മാവ് പോലും മാറിപ്പോകുമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുക. ഇതൊക്കെ ആർക്കാ വേണ്ടേ? ആത്മാവ് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ലേ? ഇന്നതൊക്കെയല്ലേ നടക്കുന്നത്. ഈ വചനത്തെ തിരിച്ചു പഠിപ്പിക്കുന്നത് ആത്മാവ് മാറിയത് കൊണ്ടാണ്. സമൃദ്ധിയുടെ ആത്മാവ് കയറിയിരിക്കുക ന്യൂ ജനറേഷൻ പാസ്റ്റർമാർക്ക്. ഒരു പാസ്റ്ററിൻ്റെ കൊച്ചുമോള് കഴിഞ്ഞ ദിവസം കിടന്ന് കാറി പ്രസംഗിക്കുന്നത് കേട്ടു. നിങ്ങൾ ഞെരുക്ക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയല്ലേ. അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് ജീവിക്കാൻ. അപ്പൻ്റെ സാക്ഷാൽ മോള് തന്നെയാണ്. പേരും നാളെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ആ കൊച്ചു കുഞ്ഞിനെ വല്ല സ്കൂളിൽ പഠിക്കാൻ വിടാനുള്ളതിന് അതിനെ കൊണ്ടുവന്ന് ഈ പൊട്ടത്തരമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വചനവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ശാപഗ്രസ്തമാക്കുന്ന കാണുമ്പോൾ വലിയ വേദനയുണ്ട്. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഉപദേശത്തിൻ്റെ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിലെ ഉപദേശം പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ, പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ പ്രമാണം ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ പ്രതികാരം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. പ്രതികാരം ചെയ്താൽ നമ്മൾ ആരായി? ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയിലുള്ള ആൾക്കാരെ പോലെ ആയിത്തീരും. സ്തോത്രം. ഞാൻ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കുമ്പോൾ, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരുമ്പോൾ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയും, തമ്മിൽ സ്നേഹിക്കാൻ കഴിയും, ബഹുമാനിക്കാൻ കഴിയും, തമ്മിൽ ആദരിക്കാൻ കഴിയും. ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ പൊറുക്കാനും ക്ഷമിക്കാനും സഹിക്കാനും കഴിയും. ഇതില്ലെങ്കിൽ കഴിയത്തില്ല. അതാ ഇന്ന് ആത്മീയകോളത്തിൽ സംഭവിച്ചിരിക്കുന്ന ദുരന്തം. പാസ്റ്റർമാരും വിശ്വാസികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തമ്മിൽ ഇന്നാളൊക്കെ ഒരു സഭയിലാണ് അടി നടക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിലൊരു സഭയിൽ ഒന്നെന്നല്ല ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരണം. അതാണ് പത്രോസ് പഠിപ്പിക്കുന്നത്. ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകില്ല, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരാകില്ല. സ്തോത്രം. ഒരു വലിയ സബ്ജക്റ്റിലേക്ക് നമ്മൾ അടുത്ത് വരാൻ പോവുക. അടുത്ത എൻ്റെ 5-ാം വാക്യം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീ. ഇവിടെ ഈ 5, 6, 7 വാക്യങ്ങളിൽ പറയുന്ന പ്രധാന വിഷയം നിത്യത പ്രാപിക്കാനുള്ളൊരു ഉപദേശമാണ് ഇവിടെ തരുന്നത്. ഇതാരും അധികം അങ്ങനെ പ്രസംഗിക്കാറില്ല. ഇത് പ്രസംഗമൊന്നും നാവിലോട്ട് വരത്തില്ല. പാസ്റ്റർമാരുടെ തലമണ്ടയിലോട്ട് ഈ വചനമൊന്നും കയറത്തില്ല. ഇങ്ങനെ നാം ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എങ്ങനെ പ്രാപിക്കും? വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രിയോട് സ്നേഹം കൂട്ടിക്കൊണ്ടിരുന്നാൽ 7 ആത്മീയ അനുഭവങ്ങളെ ഒന്നാമത് പ്രാപിക്കണം. പ്രാപിച്ചിട്ട് രണ്ടാമത് അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. സ്വർഗരാജ്യത്തേക്ക് പോകാമെന്നും പറഞ്ഞ് ഊതിയിളകി നടക്കുന്നവരാണ് പെന്തക്കോസ്തുകാർ. ഒന്നും നടക്കാൻ പോകുന്നില്ല.
ഒന്നും നടക്കത്തില്ലെന്നേ. അതിന് ഇവിടെ വേറെ ഉപദേശം കിടപ്പുണ്ട്, അതിന് പ്രമാണമുണ്ട്, അതിന് വ്യവസ്ഥയുണ്ട്, അതിന് ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട്. അത് പാലിക്കാതെ അങ്ങോട്ട് പോക്ക് നടക്കില്ല. സ്വർഗരാജ്യത്തെ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു എന്നാ പറയുന്നേ. ആരാ ബലാത്കാരം ചെയ്യുന്നത്? വല്ലവരെയും തട്ടിപ്പറിച്ചെടുക്കാനുള്ള മോഹമില്ല പലർക്കും ഉള്ളത്. സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കേസ് കൊടുത്തും വഴക്കുണ്ടാക്കിയും വല്ലവരുടെയൊക്കെ തട്ടിപ്പറിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെങ്ങനെ സ്വർഗരാജ്യം കിട്ടുന്നത്? ദൈവമക്കളെ, അതുകൊണ്ട് സ്വർഗരാജ്യം എന്നുള്ള വിഷയം ആഴത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട വിഷയമാണ്. അതിന് അപ്പോസ്തലന്മാരാണ് അതിൻ്റെ ഉപദേശം തരുന്നത്. പഴയ നിയമത്തിൽ സ്വർഗരാജ്യത്തേക്കുള്ള വഴിയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കർത്താവായ യേശുക്രിസ്തു തന്നിരിക്കുന്ന പ്രമാണം അനുസരിച്ച് ജീവിക്കാതെ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയില്ലെന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അല്ലാതെ എന്താ വേറെ എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ല, ഒരു അർത്ഥവുമില്ല. കർത്താവാണ് വഴി. വഴിയും സത്യവും ജീവനും കർത്താവാണ്. സ്വർഗരാജ്യത്തേക്കുള്ള പ്രസംഗം പുതിയ നിയമത്തിലാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ആദ്യത്തെ പ്രസംഗം യോഹന്നാൻ സ്നാപകനാണ് നടത്തിയത്. അത് കഴിഞ്ഞ് കർത്താവ് പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു. മോശയുടെ പ്രമാണത്തിൽ അങ്ങനെ ഒരു സബ്ജക്റ്റേ ഇല്ല. വെറുതെ കിടന്ന് അതും ഇതുമൊക്കെ പറഞ്ഞ് മനുഷ്യനെ നശിപ്പിച്ച് കളയരുത്. മോശയുടെ പ്രമാണത്തിൽ കഴിഞ്ഞ പൊങ്കത്തിൽ ക്ലാസ്സിൽ ഞങ്ങൾ ബുദ്ധി ഉപദേശമായിട്ട് പ്രസംഗിച്ചു. ബുദ്ധി ഉപദേശം കിടക്കുന്നേ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യമെടുത്ത് ഞങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാനിടയായി. ദുർമോഹികളാകരുത്, പരസംഗം ചെയ്യരുത്, വിഗ്രഹാരാധികളാകരുത്, ദൈവത്തെ പരീക്ഷിക്കരുത്, പിറുപിറുപ്പുകാരാകരുത്. 5 അക്ക പാപം അവർ ചെയ്തു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? മരുഭൂമിയിൽ അവരുടെ ശവങ്ങൾ വീണുപോയി. മരുഭൂമിയിൽ അവർ പട്ടുപോയി. അത് നമുക്ക് ബുദ്ധി ഉപദേശത്തിൽ എഴുതിയിരിക്കുന്നു എന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. പഴയ നിയമം ബുദ്ധി ഉപദേശമായിട്ട് നമുക്ക് തരിക. ആ പഴയ നിയമത്തിലെ ബുദ്ധി ഉപദേശങ്ങളും പുതിയ നിയമത്തിൽ അനുസരിക്കേണ്ട പ്രമാണങ്ങളും അനുസരിക്കാതെ നമുക്ക് നിത്യതയിലേക്ക് പോകാൻ പറ്റത്തില്ല.